ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നത് അടുത്തൊരു ട്രിപ്പ് പോകാനാണ്. നമ്മൾ ഡെസ്റ്റിനേഷൻ മലേഷ്യയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഒരു ട്രിപ്പ് തന്നെ സെറ്റാക്കി. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നല്ല കുറച്ച് ലേറ്റാണ്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവൻ ഓൾറെഡി എത്തിയതാ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ്. നമ്മൾ എന്തായാലും പെട്ടെന്ന് ഇറങ്ങിയിട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അവിടുന്ന് വന്ദേ ഭാരത് പിടിച്ചിട്ട് കൊച്ചി എയർപോർട്ടിലോട്ട് അവിടുന്ന് കാണാം. ഫ്രണ്ട് എത്തി. നമ്മളിതാ എല്ലാം എടുത്ത് വെക്കാണ്. നാല് 25-നാണ് ഞങ്ങളുടെ ട്രെയിന്. 4:25 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി 3:30. വി ആർ ലേറ്റ്. നമ്മൾ എത്രയും പെട്ടെന്ന് എടുത്തു വെച്ചിട്ട് എടോ ഒരു ഹായ് പറ. അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാം. മറ്റമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. ബൈ. അവിടുന്ന് എന്ത് വേണം? അവിടെ പോയിട്ട് വരുമ്പോ എന്ത് വേണം എന്ന്? മുട്ടായി വേണ്ട. വിൻസി കാറ് കയറി റെയിൽവേ സ്റ്റേഷൻ എടുക്കാന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അവസാനം കാറിൽ തന്നെ എടുക്കാൻ. നല്ല ചൂടുണ്ട്. മലേഷ്യയിൽ നല്ല ചൂട് ക്ലൈമറ്റ് ആണ്. അടക്കിയാലേ ഇനി അറിയുള്ളൂ. എങ്ങനെ ഉണ്ടാനാ ഐസ്ക്രീം? ഇനി അടുത്ത ആളിലേക്ക് വരാം. ഇഷ്ടമായോ? ഇല്ല, പറ. മധുരം കൂടുതലാണ്. സാരല്ല, വേറെ ഫ്ലേവർ ആയിരുന്നു നല്ല. വന്ദേ ഭാരതില് ഓപ്ഷൻസ് കൊടുക്കുന്നില്ല ചൂസ് ചെയ്യാൻ. ഓഹോ, നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? കൊച്ചി. അങ്ങനെ നമ്മൾ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവയിലേക്ക് മെട്രോ ഓടിക്കുന്നു. ലെറ്റ്സ് ഗോ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മെട്രോയിൽ കയറി ഇപ്പം ആലുവ എത്തി. ഇനി ഇവിടുന്ന് എവിടേക്കാ? എയർപോർട്ടിലേക്ക് പോകും അല്ലേ? നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഊബർ എത്തും. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ലോഞ്ച് ആക്സസ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. അറിയില്ല, 3 പേരും കാർഡൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അവിടെ എത്തിയാൽ അറിയാൻ പറ്റും ആർക്കൊക്കെ കയറാം. അപ്പം ഇപ്പോഴേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഒരാൾക്കാണെങ്കിലും ഒരാൾ കയറുക. അപ്പം അനന എന്താ പറഞ്ഞ? ഉറപ്പാ? ഉറക്കെ പറ. ഒച്ച കേൾക്കൂല. ഉറപ്പാ? നിനക്കോ? നിനക്ക് പ്രശ്നമില്ല?
അപ്പോൾ എയർപോർട്ടിലെത്തിയിട്ട് നോക്കാം ആർക്കാണ് ലോഞ്ച് ആക്സസ് കിട്ടുക. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത ഊബർ വന്നില്ല, നമ്മൾ ലൊക്കേഷൻ കൊടുത്തത് മാറിപ്പോയി. ഇനിയിപ്പോൾ വേറെ കറക്റ്റ് എന്താണ് പ്രോപ്പർ ലൊക്കേഷനൊക്കെ കൊടുത്ത് അടുത്ത ഊബർ വരുന്നുണ്ട്. നമ്മൾ കാര്യമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു, പക്ഷെ അയാൾ പോയി. എത്ര നേരം എടുക്കും ഊബർ വരാൻ? എത്ര നേരം എടുക്കും? ക്യാൻസൽ ചെയ്തോ? ഇതെന്താ? നേരത്തെ ഡിസയർ ആയിരുന്നില്ലേ? അപ്പൊ റേറ്റ് മാറുവോ? വണ്ടി ഇങ്ങനെ മാറി മാറി കളിക്കൂ? നമ്പർ ഇല്ല, വണ്ടി നമ്പർ തന്നിട്ടില്ല. ക്ലാരിറ്റി ഇല്ലല്ലോ. അനേന ടയർഡാ? ചൂടെടുക്കുന്നു. 3 minutes അല്ലേ ഉള്ളൂ? ആ, ദാറ്റ്സ് ഫൈൻ. നമ്മൾ എയർപോർട്ടിലെത്തി ഗായ്സ്. നോക്ക് അന്നേന, നമ്മൾ ഊബർ ഇപ്പോൾ ഇവരിവിടെ ഇറക്കി. ബാ പോവാം, ലെറ്റ്സ് ഗോ. ബാ ചെക്ക് ഇൻ ചെയ്യാം. അന്നേന ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കവർ. കാരണം ഇതെല്ലാവർക്കും കോമൺ ബാഗായി 3 എണ്ണം. ആകെ ഈ റെഡ് മാത്രമേ ഉള്ളൂ കോമൺ അല്ലാത്ത. അതെൻ്റെ ബാഗ് ആയതുകൊണ്ട് അപ്പോൾ ഇത് കവർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറയട്ടെ, നമുക്ക് വീഡിയോ എടുക്കണ്ടേ അതിൻ്റെ മുന്നേ? ഈ ബാഗിന് പേരെന്താ അറിയോ? അവിടെ ഓക്കെ അല്ലേ? കുറച്ചും കൂടെ നമ്മളെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ബാഗ് പിടിക്കാൻ നോക്കിയാൽ കൈ ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ മനസ്സിലാവും, ഓ ഇതെൻ്റെ ബാഗല്ല. കാരണം ഈ സെല്ലോ ടേപ്പ് ഞാനിവിടെ ഒപ്പിച്ചു. ഭീകരി. എൻ്റെ ബുദ്ധി വിമാനം തന്നെ അല്ലേ? ലോഞ്ചിലേക്ക് കാര്യമായിട്ട് നടക്കുന്ന 2 വ്യക്തികൾ. എടുക്ക്, എൻ്റെതും കൂടെ എടുക്കണം. അന്നേന എന്താണ് അനേന ചില്ലറ. പനീർ ബ്രാഹ്മണനില്ല. ആക്ച്വലി ഇങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ സാമ്പിൾ പഠിക്കട്ടെ.
ഫിഷ് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. ഫിഷില്ല? ഫിഷില്ലേ? എനിക്കത് വേണ്ട. ഫിഷുണ്ട്. ബ്രാഹ്മൺ വേർഷൻ 2 ആണ്. ഐ ഓൺലി ഈറ്റ് ഫിഷ്. ബട്ട് ബ്രാഹ്മൺ അല്ലേ? നമ്പീസ് ഓടിലൊക്കെ എന്ത് കാര്യം പറ. അതിലൊരു കാര്യമില്ല. ആക്ച്വലി അടച്ചു വെക്ക്. ഞാൻ മസാല എടുത്തല്ലോ. That's enough. ദിസ് ഇസ് ബ്രാഹ്മൺ അനില. Thank you. എൻജോയ്. യെസ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ കാര്യമായിട്ട് അങ്ങനെ ഫുഡൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അത്ര സാറ്റിസ്ഫൈഡ് അല്ലല്ലോ എന്നാണ്. കുഴപ്പമില്ല, അങ്ങനെയല്ല. വിശക്കുന്നുണ്ടായിരുന്നു റെഡിയായി ഫുഡ് കഴിച്ചപ്പോൾ. പക്ഷെ എനിക്ക് അത്ര റെഡി ആയില്ല. ഈ ട്രിപ്പിനെ പറ്റി എന്താ നമുക്ക് പറയാനുള്ളത്? ഈ ട്രിപ്പ് പറ, എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്? പറ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. ഒരു ദിവസം കൊണ്ടല്ലേ നമ്മൾ തീരുമാനിച്ചു. പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ഹഗമഗിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തീരുമാനിച്ചു ട്രിപ്പ് പോയാലോ എന്ന്. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതല്ലേ? യെസ്, തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മളെ മൈൻഡിലെ ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്നുള്ള തോട്ടേ വന്നിട്ടില്ലല്ലോ. പക്ഷേ നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു എവിടെയെങ്കിലും പോകണം എന്ന്. പക്ഷെ നടക്കുന്ന ഒരു ഹോപ്പും ഇല്ലായിരുന്നു. വെറുതെ പറയുന്നതെന്നാണ് വിചാരിച്ചത്. ബട്ട് ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മളിവിടെ ലോഞ്ചിലിരിക്കുക. നമ്മളെ ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണ്. ആക്ച്വലി ശരിക്കും 12:30 വരേണ്ടിയിരുന്നത്. പക്ഷെ നോക്കിയപ്പോൾ ഇനി 2:30. പക്ഷെ കുഴപ്പമില്ല, നമുക്കിവിടെ ലോഞ്ച് ആക്സസ് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡ് കഴിക്കാം, പിന്നെന്താ ഇങ്ങനെ ഇരിക്കാം, ചില്ല് ചെയ്തിരിക്കാം. നൈസ്. ഇവിടെ കയറിയതുകൊണ്ട് സമാധാനം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പോസ്റ്റ് ആയാണ് ഫുൾ ടൈം. ഒച്ച കേൾക്കുന്നുണ്ടാവുമോ? ഉണ്ടാപ്രി എന്താണിതിൽ? വാട്ടർമെലൺ മഫിൻ. ഇത് ഞാൻ കണ്ടില്ലായിരുന്നല്ലേ. ഇതെവിടുന്ന് കിട്ടി? ഇപ്പോൾ അവിടെ കൊണ്ടുവച്ചതാണ്. അതെനിക്ക് മിസ്സായി. നല്ല രസമില്ലേ? കണ്ടപ്പെടുത്തതാ. എന്താണ് മറ്റേ ബ്രാഹ്മൺ ഉണ്ടാപ്രിയ. പക്ഷെ അതിന് മുന്നത്തെ വീഡിയോയിൽ കാണാം ഷുഗർ ഡയറ്റിലുള്ള ഉണ്ടാപ്രി. എന്താ പറയാനുള്ളതെന്ന് പറ. ഞാൻ ഭയങ്കര ഓവറാക്കി പറയും. ഇല്ല, നീ പറ. ഉണ്ടാപ്രി അടിപൊളിയല്ല. അത് ഞാൻ എടുക്കാൻ. ഓക്കെ, ഉണ്ടാപ്രി ഈസ് കോമഡി. ഫണ്ണി. താങ്ക് യു. എനിത്തിങ് എൽസ്? ഉണ്ടാപ്രി ഈറ്റ്സ് എ ലോട്ട്. ഉണ്ടാപ്രി നല്ലപോലെ ഫുഡ് കഴിക്കും, ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് എടുക്കും, പിന്നെയും ഫുഡ് കഴിക്കും. പിന്നെ ഞാൻ വരുന്ന സമയത്ത് എപ്പോഴും ഡയറ്റാ. ഞാൻ എന്തിനാ നിന്നെ ഉണ്ടാപ്രിന്ന് വിളിക്കുന്നതെന്നൊന്ന് പറയോ? ആക്ച്വലി പറ. അത് എന്നെ തന്നെ ഞാൻ ബോഡി ഷേമിങ്. പക്ഷെ ശരിക്കും ഞാൻ നിന്നെ ഉണ്ടാപ്രിന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ലൈക്ക് എങ്ങനെയാ പേര് വന്നേന്നൊന്ന് പറയോ? ഓക്കെ, PG പഠിക്കുന്ന സമയത്ത് നമ്മള് കമ്പനി ആയതിനു ശേഷം നീ ഒന്നാമത് ഞാൻ നല്ലത് അടിച്ചിട്ടായിരുന്നു. ഉണ്ടയായിരുന്നു. ഇപ്പൊ ഉണ്ടയല്ല എന്നല്ല, അപ്പൊ പിന്നെയും അടിച്ചതാ. ഇടയിൽ ഞാൻ മെലിഞ്ഞിരുന്നേ. അപ്പോ ആ സമയത്ത് ആക്ച്വലി നിനക്ക് നിന്റെ ഒരു ഫ്രണ്ട് നിക്കിത്തനെ പോലെ തന്നെ നിനക്ക് എന്നെ കാണാൻ തോന്നി. കറക്റ്റ് അതുപോലെ. ഓക്കെ, അപ്പൊ നീ അവളെ വിളിച്ചുകൊണ്ടിരുന്ന പേരായിരുന്നു ഉണ്ടാപ്രി. അല്ല, അങ്ങനെയല്ല. അവളെ വിളിക്കുമായിരുന്നു നീ? അല്ല, ഞാൻ വിളിക്കില്ല. ഒരു സിസ്റ്റർ വിളിച്ചതാണ്, തമാശക്ക് വിളിച്ച. അപ്പോ നീ എന്നെ ആ പേര് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയല്ലേ? അപ്പൊ നിനക്കത് ഭയങ്കര ഇഷ്ടായി. യെസ്. ഞാൻ വിചാരിച്ചത് നീ എന്നെ എനിക്ക് തന്നെ വിളിക്കുമ്പോ എനിക്ക് തന്നെ വഴക്കുറയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചത് നീ എന്നെ തെറി പറയുന്നു. തടി എന്നുള്ള രീതിയിൽ കളിയാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇല്ല. പക്ഷെ ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ നീ എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ കൊന്നേനെ. ഇപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നീ വിളിക്കുന്നത്. അങ്ങനെ ഉണ്ടാപ്രിയ അല്ലേ? കറക്റ്റായിട്ട് സ്റ്റോറി പറഞ്ഞു. താങ്ക് യു.
മലേഷ്യക്ക് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത്? കുറച്ച് ഡ്രസ്സ് വാങ്ങി, കുറച്ചല്ല കുറേ. എന്നിട്ട് രണ്ട് ഡ്രസ്സല്ലേ, 2 ഡ്രസ്സ് ഞാൻ റിട്ടേൺ ചെയ്തു. കാരണം ഡ്രസ്സ് എക്സ്ട്രാ ആയിട്ട്. സത്യല്ലേ? ഭയങ്കര വലിയ കാര്യമായിപ്പോയി. ഡ്രസ്സ് എക്സ്ട്രാ ആയിട്ട് അവസാനം വിടാനില്ല. ഒരു ദിവസം എത്ര ഡ്രസ്സാണ്? ഒരു ദിവസം 2 സെറ്റ്, രാവിലെ 3, 4. പക്ഷെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ആ ഒരു ഹോപ്പിൽ എടുത്തതാണ് അല്ലേ. പുതിയ കേക്ക് വന്നു, അതവിടെ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ വേറെന്താ ചെയ്ത്? പിന്നെ മുടി മുറിച്ചു. മുടി കട്ട് ചെയ്തു. കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നു, മുടി കട്ട് ചെയ്തു, ഇത്രയാക്കി. ഇഷ്ടമായോ? അപ്പഴേക്ക് കുറേ നല്ല മുടി ഉണ്ടായിരുന്നു, എല്ലാം അവിടെ മുറിച്ച് കളഞ്ഞു. അല്ലെനിക്ക് എൻ്റെ ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ ഇഷ്ടം? നോ ഡൗട്ട് ലോങ് ഹെയർ ആണ്. നമ്മൾ ഫ്ലൈറ്റ് കയറി, ഇനി ടു മലേഷ്യ. ഗുഡ് മോർണിംഗ്, നമ്മൾ മലേഷ്യ എത്തിയിരിക്കുന്നു ഗൈസ്. ഇനി ഡ്രൈവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അങ്ങോട്ടേക്ക് പോകണം. ഉറങ്ങിയോ നല്ലോണം? നല്ല ഞാൻ ഉറങ്ങിയില്ല. അനേനെ ബാഗ് ഇവിടെ വെച്ചിട്ട് ചാരി കിടന്ന് ഹരിച്ച് കാരണം എടുക്കുന്നു. നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ എനിക്കിറങ്ങാൻ പറ്റില്ല, കഴുത്തൊക്കെ വേദന എടുത്തിട്ട്. ഉറങ്ങിയാണ് കുറച്ച്. ഓക്കെ, അപ്പം അടുത്ത വ്ളോഗായിട്ട്, മലേഷ്യൻ കറക്കം വ്ളോഗായിട്ട് ഞാൻ അടുത്ത ഇതിൽ വരും. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അപ്പോൾ ഇനി മലേഷ്യയിലെ കറക്കത്തിൻ്റെ എല്ലാം അങ്ങനെയല്ലല്ലോ പറയണ്ടേ. ഓക്കെ, അപ്പോൾ ഇനി മലേഷ്യയിലെ കറക്കം എല്ലാം കാണിച്ചിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരും. അപ്പോൾ അതുവരെ ബൈ.